ധീരമായ ചുവടുവയ്പ് നടത്തിയ കേരളത്തിലെ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. കടൽ കടന്ന് നമ്മുടെ പെരുമയെത്തുന്നു. ഇത് കാണുമ്പോ വേറൊരു കൂട്ടർക്ക് ബേജാറ് കൂടുകയാണ്. ഇങ്ങനെ പോയാലോ വീണ്ടും തുടർഭരണം വരും. അതാണ് ഈ നേട്ടങ്ങളുടെ പാതയിൽ കേരളം മുന്നോട്ട് പോയാൽ ആയുസ്സറുതിക്ക് മുൻപ് ഭരണത്തിന്റെ 7 അയലത്ത് വരാനാവില്ല എന്ന തിരിച്ചറിവാണ് UDF-ന്റെ നേതൃത്വത്തെ രാഷ്ട്രീയ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. എന്താ രാഷ്ട്രീയ കുറ്റകൃത്യം? കേരളത്തിലെ സർക്കാരിനെതിരായി ജനാധിപത്യത്തിന്റെ അന്യമായ ഹീനമായ വഴികളിലൂടെയാണ് പ്രതിപക്ഷം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇപ്പൊ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കള്ളം ആവർത്തിച്ച് തെറ്റായ പ്രതീതികൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള നീക്കമാണ്. എന്താണ് ഒരു വിമർശനം? അത് പോലീസിനെതിരാണ്, കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെതിരാണ്. കേരളത്തിലെ പോലീസ് എന്നാൽ 50,000-ഓളം അംഗസംഖ്യയുള്ള ഒരു വലിയ സേനയാണ്. അതിൽ പല രാഷ്ട്രീയ ചായ്വുള്ളവരുണ്ടാവാം, അതിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ചിലരുണ്ടായേക്കാം, അതിൽ സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും വന്നേക്കാം. അതൊന്നും ഇല്ലെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതൊരു തുടർച്ചയായ സംവിധാനമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഇതിലെ ഗണ്യമായ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതൊരു തുടർ സംവിധാനമാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് എന്താണ്? കുറ്റകൃത്യ പ്രവണതയുള്ള പോലീസുകാർ, തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർ, അവരെ പോലീസ് സേനയിൽ നിന്നും ഓരോരുത്തരെയായി ചെവിക്കു പിടിച്ചു പുറത്തു കളയുന്ന നടപടി ഈ സർക്കാർ ധീരമായി നടപ്പാക്കുന്നു. വിമർശിക്കുന്നവരത് കാണുന്നുണ്ടോ? ചരിത്രത്തിൽ ആദ്യമായി 108 പോലീസ് ഓഫീസർമാരെ സർവീസിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിട്ട ഗവൺമെന്റാണ് ഇപ്പോഴത്തെ LDF-ന്റെ ഗവൺമെന്റ്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഭരണമല്ല. നിങ്ങൾക്ക് വിമർശനം ഉണ്ടാവാം, ആ വിമർശനങ്ങളിൽ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കും, നടപടികൾ സ്വീകരിക്കും. അതുകൊണ്ട് മാറ്റമില്ലേ? മാറ്റമുണ്ട്. മാറ്റമുണ്ടെന്ന് ബോധ്യമാകാത്തവർ മറവി ബാധിച്ചവരാണ്. എന്തായിരുന്നു UDF ഭരണകാലത്ത് കേരളത്തിന്റെ പോലീസ്? അത്ര പെട്ടെന്ന് മറക്കാൻ പാടുണ്ടോ? ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു വ്യവഹാരത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ചെന്നു. SIയെ കാണാൻ ചെന്ന പൊതുപ്രവർത്തകൻ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും എന്റെ നാവിൻ തുമ്പിലുണ്ട്. വെറുതെ പേര് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു സമുദായ സംഘടനയുടെ കൂടി ഭാരവാഹിയാണ്. ആ കടന്നു ചെന്ന പൊതുപ്രവർത്തകനുണ്ടായ അനുഭവം എന്താ? ഇപ്പൊ പോലീസിനെ വിമർശിക്കുന്നവർ ഇത് ഓർക്കാറുണ്ടോ? എന്തായിരുന്നു അനുഭവം? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? മലം തീറ്റിച്ചു. മനുഷ്യമലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിന്നേണ്ടി വന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പോലീസിനെ വിമർശിക്കുമ്പോ ആ മലം തീറ്റക്കാലം തിരിച്ചു വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അതാണോ കോൺഗ്രസിന്റെ ആഗ്രഹം? നേതാക്കന്മാർ അങ്ങനെ ആഗ്രഹിച്ചാലും പ്രവർത്തകർ ആഗ്രഹിക്കൂ അങ്ങനെ ഒരു കാലം? പിണറായിയുടെ കാലത്ത് അത്തരമൊരു വാർത്ത നിങ്ങൾ കേട്ടോ? പാലക്കാട്ട് 10 വയസ്സുള്ള പെൺകുട്ടി സിറാജുന്നീസയെ വെടിവെച്ചു കൊന്നപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കരുണാകരനായിരുന്നു. അത്തരമൊരു വാർത്ത നിങ്ങൾ കേട്ടോ അടുത്ത ഏതെങ്കിലും കാലത്ത്? തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ 3-ാം മുറയ്ക്ക് വിധേയനാക്കി ഉരുട്ടിക്കൊന്നു. ഉരുട്ടിക്കൊല. ഇതിനു മുൻപ് അത് കേട്ടത് അടിയന്തരാവസ്ഥയിലാണ്. ആ ഉദയകുമാറിന്റെ ചലനമറ്റ ശരീരത്തിന്റെ മുന്നിൽ അലമുറയിട്ട് കരയുന്ന പ്രഭാവതി അമ്മ എന്ന ആ അമ്മയുടെ കണ്ണുനീരിൽ കേരളം കുതിർന്നില്ലേ? ഉരുട്ടിക്കൊല നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ട് കാലത്രേ. പോലീസിനെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്ന് ഭരിച്ചപ്പോ സംഭവിച്ച വെടിവെപ്പും വർഗീയ കലാപവും മലം തീറ്റിക്കലും ഉരുട്ടിക്കൊലയും തിരിച്ചു വരണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതിനോടൊപ്പമല്ല ഈ കേരളം. കേരളത്തിലെ പോലീസിനെ ശുദ്ധീകരിക്കാനുള്ള ആദ്യ നടപടി തുടങ്ങിയതാരാ? 2016 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോ
കേരള പോലീസിന്റെ മേധാവി ആരായിരുന്നു? TP സെൻകുമാർ. 24 RSSകാരനെ കേരള പോലീസിന്റെ മേധാവിയാക്കിയത് ആര്? ഇപ്പൊ RSSുമായിട്ട് നീക്കുപോക്കുന്നൊക്കെ ആരോപിക്കുന്നുണ്ടല്ലോ. ആരാക്കിയത്? കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിനെ നയിക്കാൻ RSSകാരനെ നിയോഗിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യം സ്വീകരിച്ച നടപടികളിൽ ഒന്ന് ആ സ്ഥാനത്ത് നിന്നും അയാളെ മാറ്റുക എന്നതായിരുന്നു. എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? ലീഗ്, മാധ്യമങ്ങൾ ഒരു RSSകാരനെ പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്നും മാറ്റാനുള്ള തീരുമാനത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പിന്തുണച്ചോ? ഒന്ന് തിരിഞ്ഞു നോക്ക്. ആത്മവിമർശനപരമായി ആ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തൂ. ചില സാങ്കേതികത്വത്തിന്റെ നൂലാമാലകൾ ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതിയിൽ പോയി സെൻകുമാർ. ഫീസ് വാങ്ങാതെ കേസ് വാദിച്ചു കൊടുത്തു പോലും മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഹാരിസ് ബീരാൻ അല്ലേ? RSSകാരന് കേസ് വാദിക്കാൻ ലീഗ്. നിയമസഭയിൽ ഈ പ്രശ്നമുയർത്തി സർക്കാരിനെ വിമർശിക്കാൻ ചെന്നിത്തല. കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയപ്പോ മുനവർ അലി ശിഹാബ് തങ്ങളുടെ അഭിനന്ദന പോസ്റ്റ് ഇതായിരുന്നില്ലേ കേരളം? ആരാണ് പോലീസിലെ ഇത്തരത്തിലുള്ള ശക്തികളെ പിന്തുണച്ചത്, അവരോടൊപ്പം നിന്നത്? ഈ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസിനെ പോലീസായി മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവാം. കഴമ്പുള്ള വിമർശനങ്ങൾ ആരുന്നയിച്ചാലും അത് പരിശോധിക്കും, ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് പോലീസ് സേനയ്ക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ നടപടിയൊന്നും. അതാണ് നടപടി. ആ നിലപാട് സ്വീകരിക്കും എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി, ഈ ഗവൺമെന്റിന്റെ ഉറപ്പ്. അപ്പോ ചില ആളുകൾ ചോദിക്കുന്നു, പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റിന്, പോലീസ് സേനയെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നുണ്ടോ? എന്താ സംശയം? ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും കലാപം നടത്തണമെന്ന ഉദ്ദേശവുമായി ശബരിമലയിലേക്ക് കടന്നു വന്ന RSSന്റെ നിർദ്ദേശം സ്വീകരിച്ച് കടന്നു വന്ന കേന്ദ്രമന്ത്രിയെ തടഞ്ഞു നിർത്തിയ സേനയുടെ പേര് കേരള പോലീസ് എന്നാണ്. മറന്നുപോകാൻ പാടില്ല. ഓർക്കുന്നില്ലേ അത്? ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടില്ല? കേന്ദ്രമന്ത്രി വരുന്നു. എന്തിന്? RSSന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചു വരുന്നു കലാപമുണ്ടാക്കാൻ. ജനാധിപത്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കേന്ദ്രമന്ത്രി ശബരിമല പോലെ ഒരു ആരാധനാലയത്തിൽ അന്നത്തെ സാഹചര്യങ്ങളെ RSSന് അനുകൂലമാക്കാൻ വേണ്ടി വരികയാണ്. തടഞ്ഞു നിർത്തി കേരളത്തിന്റെ പോലീസ്. ആരെ? കേന്ദ്രമന്ത്രിയെ. ആ ആത്മവിശ്വാസം പോലീസിന് പകർന്നു നൽകിയത് ഈ ഭരണ സംവിധാനമാണ്. അവിടെ കഴിഞ്ഞോ? കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ചെവിക്ക് തൂക്കിയെടുത്ത് തുറങ്കിലടച്ചില്ലേ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ജയിലിലടച്ച ഭരണ സംവിധാനവും പോലീസുമാണ് ഈ കേരളത്തിലേത്. എങ്ങനെ സാധിച്ചു? ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി കൊണ്ടും സാധിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴോ? പ്രവീൺ തൊഗാഡിയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചതാരാ? RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതാരാ? RSSുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതിന്റെ ഒക്കെ ചരിത്രം വിശദീകരിച്ചാൽ ഏറെയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് സ്ഥിരമായി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. ബ്രിട്ടൻ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് അധികാരം കൈമാറി. 1947 ആഗസ്റ്റ് 15 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി ഒരു മന്ത്രിസഭാധികാരത്തിൽ വന്നു. 15 പേരാണ് നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ, 15 മന്ത്രിമാർ.
രാജ്യമറിയുന്നവർ, ദേശീയ സ്വീകാര്യതയുള്ളവർ, ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ചവർ, പണ്ഡിതർ പലരുമുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റ മലയാളി ജോൺ മത്തായി ഉണ്ട്, രാജ്കുമാരി അമൃത് കൗർ ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. എന്നാൽ ആ 15 പേരുടെ കൂട്ടത്തിൽ ഇതിൽ പെടാത്ത ഒരാളുണ്ട്. ആളാരാണ്? ആൾ മറ്റാരുമല്ല, ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്, പിന്നീട് രൂപം കൊണ്ട BJPയുടെ പ്രാഗ്രൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകൻ, ഓരോ ജീവകോശത്തിലും RSSന്റെ പതാക പേറുന്ന ഇന്ത്യയിലെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ആദ്യ പഥികൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. എങ്ങനെ വന്നു നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു RSSകാരൻ? RSSുമായി നീക്കുപോക്കുണ്ടാക്കി പോലും ആരുണ്ടാക്കി? പ്രതിപക്ഷ നേതാവിന് ഈ ചരിത്രം അറിയില്ലേ? KPCC പ്രസിഡന്റിന് ഈ ചരിത്രം അറിയില്ലേ? ഇവിടുത്തെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് നെഞ്ചിൽ കൈവച്ച് ഇതിനെ ന്യായീകരിക്കാനാവുമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുഹൂർത്തത്തിൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ ക്യാബിനറ്റിൽ ഒരാൾ 24 കാരറ്റ് RSS ആയിരുന്നു, ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് RSSന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഭാരതീയ ജനസംഘം സ്ഥാപിച്ച ആളായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. അവിടെ നിന്ന് ആരംഭിക്കുന്നു RSSുമായുള്ള നീക്കുപോക്ക്. പണ്ഡിറ്റ് നെഹ്റു പല ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച ആളാണ്. ആ സ്നേഹ ബഹുമാനങ്ങൾ നൽകുമ്പോൾ തന്നെ പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ RSSുമായി ആദ്യത്തെ നീക്കുപോക്കിന്റെ നേതൃത്വം നൽകിയ നേതാവും അദ്ദേഹം തന്നെയാണ് എന്ന ചരിത്ര യാഥാർത്ഥ്യം കാണാതിരിക്കാനാവില്ല.